വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു. സൽമാനൂർ ഫാരിസിനെ എറണാകുളം തൃക്കാക്കരയിൽ നിന്നാണ് തമ്പാനൂർ പോലീസ് പിടികൂടിയത്. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, വലിയ തട്ടിപ്പാണ് നടന്നത്. അതിലെ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? അല്പസമയം മുമ്പാണ് എറണാകുളത്ത് നിന്ന് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. അതായത് വിഴിഞ്ഞം തുറമുഖം മറയാക്കിക്കൊണ്ട് കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മലപ്പുറം സ്വദേശി സൽമാനുൽ ഫാരിസിനെയാണ് തമ്പാനൂർ പോലീസ് ഇവിടെ നിന്നെത്തി തൃക്കാക്കരയിലെ ഒളിവ് കേന്ദ്രത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരുന്നു. അപ്പോഴാണ് ഈ എറണാകുളത്ത് പ്രതി ഉണ്ട് എന്നുള്ള ചില വിവരങ്ങൾ ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ തന്നെ മുൻപ് ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിക്ഷേപം എന്നുള്ള നിലയിൽ 20 ലക്ഷം രൂപ തട്ടിച്ച ഒരു സ്ത്രീ, ആ സ്ത്രീയുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ ഈ സൽമാനുൽ ഫാരിസിനെ ആ സ്ത്രീ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. അങ്ങനെ വിശ്വാസ്യത നേടി ഇപ്പോൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന തൃക്കാക്കരയിലെ ആ വീട്ടിലേക്ക് സ്ത്രീയെ വിളിച്ചു വരുത്തുകയായിരുന്നു. പക്ഷേ പോലീസിന്റെ കൃത്യമായ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു അവർ കൊച്ചി സ്വദേശിനിയായിട്ടുള്ള സ്ത്രീ ആ വീട്ടിലേക്ക് പോയത്. അവിടെ വെച്ചാണ് ഇയാൾ കുടുങ്ങിയത്. അതായത് സൽമാനുൽ ഫാരിസിനെ ആ വീട് വളഞ്ഞ പോലീസ് ഇന്ന് ഉച്ചയോടുകൂടി അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 300 കോടി രൂപയുടെ വ്യാജരേഖ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കുകയും മുൻ CMD വിഴിഞ്ഞം CMD ആയിട്ടുള്ള ദിവ്യ സയ്യറുടെ വ്യാജ ഒപ്പടക്കം ഇട്ടുകൊണ്ട് നിക്ഷേപം മറയാക്കിക്കൊണ്ട് വലിയ തട്ടിപ്പ് നടത്തുകയായിരുന്നു പ്രതി ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ ചെയ്തത്. അതായത് 300 കോടി രൂപയുടെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് കരാർ തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിയിൽ വലിയൊരു ബിസിനസ് സമ്മിറ്റ് വിളിച്ചു ചേർക്കുകയും അതിൽ പങ്കെടുത്ത പ്രമുഖരിൽ നിന്ന് വിഴിഞ്ഞം തുറമുഖത്തിന് എന്ന പേരിൽ നിക്ഷേപമായി ലക്ഷക്കണക്കിന് രൂപ പലരിൽ നിന്ന് വാങ്ങി അങ്ങനെ അത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പായി മാറുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ പ്രതി വലിയ തട്ടിപ്പുകൾ ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇതിനോടകം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു തെന്നിന്ത്യൻ നടിയുടെ കയ്യിൽ നിന്നടക്കം പണം വാങ്ങുകയും അവരെ അടക്കം കബളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഇതുവരെയുള്ള കണ്ടെത്തൽ. പക്ഷേ പ്രതി എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇതേവരെ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല. പുറത്തേക്ക് കടന്നു, അതായത് വിദേശത്തേക്ക് കടന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലായിരുന്നു അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. എറണാകുളത്തായിരുന്നു പ്രതി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതിയെ തൃക്കാക്കരയിലെ ഒളിവ് കേന്ദ്രത്തിൽ നിന്നാണ് ഇന്ന് ഉച്ചയോടുകൂടി തമ്പാനൂർ പോലീസിന്റെ സംഘം വീട് വളഞ്ഞുകൊണ്ട് പിടിച്ചത്. അതും തന്ത്രപരമായി തന്നെ ഈ സൽമാനുൽ ഫാരിസ് കബളിപ്പിച്ച അല്ലെങ്കിൽ പണത്തട്ടിപ്പ് നടത്തിയിട്ടുള്ള അതിനിരയായിട്ടുള്ള ഒരു സ്ത്രീയെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ നടത്തിച്ചത്. എന്തായാലും പ്രതിയെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി രാത്രിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിക്കും. തുടർന്ന് രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വിനീത, ശരി. വിഴിഞ്ഞത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. എറണാകുളം തൃക്കാക്കരയിൽ നിന്ന് ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.